ഹലോ, അപ്പോൾ അന്നാഗാർമെൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇത് വെച്ചിട്ടൊരു സെമി സർക്കിൾ അംബ്രല ഫ്രോക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് ടോപ്പ് ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ട്, യോക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്കൊരു മീറ്റർ നെറ്റിൻ്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അതുപോലെ അടിഭാഗം നമുക്ക് അംബ്രല സെമി സർക്കിൾ അംബ്രലയ്ക്ക് വേണ്ടിയിട്ട് 3 മീറ്ററും ലൈനിങ് നമ്മളൊരു 4 മീറ്ററുമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ടോപ്പ് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ 1 മീറ്റർ തുണി ലൈനിങ് പോർഷനിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ 4ആക്കി ഒന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ടോപ്പ് പാർട്ട് നമുക്ക് ഒന്ന് മെഷർ ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ്ങിലാണ് നമ്മളിത് അളവുകൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 7 ഇഞ്ചാണ് കേട്ടോ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ താഴോട്ടും നമ്മൾ 7 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ചെസ്റ്റ് നമുക്ക് 9 ഇഞ്ചാണ്. അപ്പോൾ ചെസ്റ്റ് റൗണ്ടിൻ്റെ 1/4 ഭാഗം പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്തിട്ട് അവിടെയും മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ആദ്യം ആ മാർക്ക് ചെയ്ത കറക്റ്റ് ആ ചെസ്റ്റ് റൗണ്ടിൻ്റെ പോയിൻറ്റിലോട്ട് വേണം ആ ഒരു മാർക്കിങ് കൊടുക്കാനായിട്ട്. അതുപോലെ നമ്മൾ ഒരു ഹോളിൻ്റെ ആ ലെങ്ത്തിൻ്റെ ഒരു പകുതി കണ്ട് ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കാം. എന്നിട്ടൊരു 13.5 ഇഞ്ചിൽ നമുക്ക് വേസ്റ്റ് റൗണ്ട് കാണണം. അപ്പോൾ 7 ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ടിൻ്റെ 4 ഭാഗം. ഇവിടെ 7 ഇഞ്ചാണ് പ്ലസ് 2 ഇഞ്ച്. വേസ്റ്റ് 28ആണ്. അപ്പോൾ 7 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച്. അതുപോലെ നമുക്ക് ലെങ്ത്ത് യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് വേണ്ടത് 14.5 ഇഞ്ചാണ്. അതിനോടുകൂടി 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്ത് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ വേസ്റ്റ് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്തുള്ള ആ ഒരു പോയിൻ്റ് കറക്റ്റ് അടിയിലേക്ക് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 1 ഇഞ്ചോളം നമ്മളൊന്ന് കർവ് ചെയ്ത് വരച്ചിട്ട് സൈഡ് പോർഷൻ ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കണം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ നമുക്ക് ഫ്രോക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ ടോപ്പ് പാർട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ ഒരുപോലെയാണ് കുഴിച്ച് വെട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ അളവിൽ തന്നെ നമ്മൾ നെറ്റ് ഫാബ്രിക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു മെത്തേഡിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പഫ് സ്ലീവാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും പഫ് സ്ലീവിന് നമുക്ക് കറക്റ്റ് നമ്മുടെ സ്ലീവ് ലെങ്ത്തിനേക്കാളും ഒരു 5 or 6 ഇഞ്ച് നമുക്ക് ലെങ്ത്ത് കൂടുതൽ ഉള്ള തുണിയായിരിക്കണം വേണ്ടത്. അടിയിലേക്ക് 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് ആവശ്യമുണ്ട്. അതുപോലെ മുകളിലോട്ടും നമുക്ക് പഫിന് വേണ്ടിയിട്ടുള്ള തുണിയും ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 4 ഇഞ്ച് സ്ലീവ് ലെങ്ത്തിൽ സ്ലീവ് റൗണ്ട് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് അവിടുന്ന് മുകളിലോട്ട് നമുക്ക് കറക്റ്റ് ലെങ്ത്ത് 11 ഇഞ്ചാണ്. അപ്പോൾ ഒരു 12.5 ഇഞ്ച് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്ത് ആ ഒരു മാർക്കിങ്ങും കൂടി കറക്റ്റ് നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് കറക്റ്റായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. പിന്നെ 3.5 ഇഞ്ച് താഴ്ത്തി നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ച് കൊടുത്തിട്ട് ആ ഒരു ലൈനിൻ്റെ ഹാഫ് പോർഷൻ കണ്ട് അതുപോലെ ഹാഫും ഞാനിവിടെ ഹാഫ് സ്ലീവ് റൗണ്ടും ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ഷേപ്പിൽ നമുക്ക് കൈ കിട്ടും. എന്നിട്ട് ഇതുപോലെ ഒന്ന് സെൻറ്റർ പോർഷൻ കണ്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കറക്റ്റായിട്ടൊന്ന് വരച്ച് കൊടുക്കണം. അപ്പോൾ സ്ലീവ് എല്ലാവർക്കും അറിയാം. ഇനി അതിൽ നിന്ന് മുകളിലോട്ട് ഒരു 3 ഇഞ്ചാണ് ഞാനിപ്പോൾ കയറ്റി മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 4 ഇഞ്ച് 5 ഇഞ്ച് അങ്ങനെ നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് കയറ്റി പഫ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് നമുക്ക് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു സെൻറ്റർ പോയിൻറ്റിൻ്റെ നേരെ മുകളിലോട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഒരു പോർഷൻ വരെയാണ് നമ്മൾ ചുരുക്കിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ ഒരു ചെറിയ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം. അവിടെ വരെയാണ് നമുക്ക് ചുരുക്കിട്ട് കൊടുക്കേണ്ടതെന്ന് അറിയാനായിട്ട് ചെറിയൊരു കട്ടിങ്സ് ആ സ്ലീവിൽ ഇട്ട് കൊടുക്കണം. ആ വരച്ച ലൈനിൻ്റെ ആ ഒരു ഭാഗത്ത് ആ സെൻറ്റർ പോയിൻ്റ് നമ്മൾ കണ്ട ആ ഒരു ഭാഗത്ത് ചെറിയൊരു കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അവിടെ വരെ നമുക്ക് ഈ സ്ലീവിന് ചുരുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നെറ്റ് ഫാബ്രിക്കും ലൈനിങ്ങും തമ്മിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ സിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു 3.5-4 ഇഞ്ചോ വിട്ടുള്ളൊരു തുണിയും കൂടി
നമുക്ക് ആ സിബിൻ്റെ ലെങ്ത്തിനേക്കാളും കുറച്ചുകൂടി കൂടുതലെടുത്ത് നമുക്കൊന്ന് സൈഡ് മടക്കി തയ്ച്ചും എടുക്കണം. ഇനി ടോപ്പ് പാർട്ട് വെച്ചിട്ട് വേണം നമുക്ക് ഈ അംബ്രല്ലയുടെ അടിഭാഗത്തെ ആ ഒരു ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ടോപ്പ് പാർട്ട് കറക്റ്റായിട്ട് ഇതുപോലെ ആ ഒരു കോണോട് ചേർത്ത് വെച്ചിട്ട് നമുക്കിതുപോലെ ആ ഒരു ലെങ്ത്ത് കണക്കാക്കാം. ഏകദേശം ഒരു 12 ഇഞ്ചോളം നമുക്ക് വരും. കാരണം നമുക്ക് ഫുൾ സർക്കിൾ അംബ്രല്ല ആണെങ്കിൽ നമുക്കൊരു 6 ഇഞ്ചാണ് നമുക്ക് ആ ഒരു റേഡിയസ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു 12 ഇഞ്ചോളം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു 1/2 ഇഞ്ച് കൂടി കയറ്റി മാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. കാരണം നമ്മൾ ക്രോസ് ആക്കി ഇട്ടത് കൊണ്ട് തന്നെ നമുക്ക് ഒന്ന് വലിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി ലെങ്ത്ത് നമുക്കിവിടെ യോക്ക് പോർഷൻ 14.5 ഇഞ്ചാണ്. അപ്പോൾ ഫുൾ ലെങ്ത്ത് ഒരു 45 ഇഞ്ചാണ്. അപ്പോൾ ആ ഫുൾ ലെങ്ത്തിനോട് കൂടി ആ 14.5 ഇഞ്ച് കുറച്ചിട്ട് ആ ഒരു അളവ് വേണം നമുക്കിവിടെ മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ കറക്റ്റ് അളവ് ഞാൻ ആ ലൈനിൽ നിന്നും അളന്നെടുത്തിട്ട് ഞാൻ മുകളിൽ ടേപ്പ് വെച്ചിട്ട് അതെത്രയാണോ എന്നുള്ളത് മെഷർ ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു മെത്തേഡിലാണ് ഞാൻ വരച്ചെടുക്കുന്നത്. കറക്റ്റ് അളവ് നമുക്ക് ആദ്യം നമ്മൾ വരച്ച ലൈനിൽ നിന്നും ആദ്യം കറക്റ്റ് അളവ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ടോപ്പിൽ നിന്നും ആ അളവിലോട്ട് ടേപ്പ് പിടിച്ച് വേണം അതെത്രയാണെന്ന് നോക്കിയിട്ട് വേണം ഒരുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഒരു അളവിൽ വ്യത്യാസമില്ലാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളൊരു വീനെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ വീനെക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അധികം ഇറക്കമില്ലാത്ത വീനെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 6.5 ഇഞ്ചാണ് നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു 7 ഇഞ്ച് 7.5 ഇഞ്ച് വരെയൊക്കെ നമുക്ക് എടുക്കാം. കാരണം വീനെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മളൊന്ന് വരച്ചെടുക്കണം. എന്നിട്ട് ചെറിയൊരു കർവ് ഇതുപോലൊന്ന് കൊടുക്കണം. എന്നിട്ട് വേണം ഇതൊന്ന് വരച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ചെറിയൊരു കർവ് ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് വേണം കറക്റ്റ് വി ഷേപ്പിനേക്കാളും കുറച്ചുകൂടി ഭംഗി ഈ ഒരു കർവ് ഷേപ്പിൽ വി കട്ട് ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് വളച്ച് കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതുപോലൊന്ന് വീണ്ടും മടക്കി നമ്മൾ ബാക്ക് നെക്കും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 3 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. താഴത്തോട്ട് ഒരു 4.5 ഇഞ്ച് അല്ലെങ്കിൽ 5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലൊന്ന് ബോക്സാക്കി വരച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്ക് നെക്ക് നമ്മൾ റൗണ്ട് ഷേപ്പിലാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 1 ഇഞ്ച് നീക്കി വേണം നമ്മളിതുപോലെ. അപ്പോൾ നിങ്ങൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ കറക്റ്റായിട്ട് തന്നെ ആ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബാക്ക് നെക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തുണിയിൽ ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സ്ലീവ് നമ്മൾ ലൈനിങ് പോർഷനും മെയിൻ ഫാബ്രിക്കും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ കട്ടിങ്സ് കൊടുത്ത ആ ഒരു ഭാഗം വരെ നമ്മൾ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ നമ്മൾ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് നമുക്ക് ആ സ്ലീവിൻ്റെ ആ ഒരു അളവിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ പഫ് വേണമെന്നുള്ളവർക്ക് 3 ഇഞ്ചിന് പകരം 4 ഇഞ്ചോ 5 ഇഞ്ചോ ഒക്കെ കയറ്റി മാർക്ക് ചെയ്ത് ആ ഒരു ഷേപ്പിൽ തന്നെ വരച്ചെടുക്കാം. ഇനി നമ്മൾ നെക്ക് ഇതുപോലെ വെച്ച് ഒന്ന് അടിച്ചെടുക്കണം. ഈ ഒരു മെത്തേഡിൽ അടിച്ചെടുക്കണം. ബാക്ക് നെക്കും ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് അടിച്ചെടുക്കാം.
ഈ ഒരു മെത്തേഡിൽ അടിച്ചെടുക്കുക. അപ്പോൾ നെക്ക് നെക്ക് നമ്മളിതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്, ബാക്ക് നെക്കും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു നെക്കിൻ്റെ ആ ഒരു ഭാഗം ഇപ്പുറത്തോട്ട് എടുത്തിട്ടാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. കാരണം നമ്മൾ രണ്ട് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും തമ്മിൽ അടിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ക്യാൻവാസ് മാത്രമാണ് അപ്പുറത്തോട്ട് വെച്ച് അടിച്ചെടുക്കുന്നത്. നമ്മൾ സിബിനുള്ള ആ ഒരു തുണി കറക്റ്റ് സെൻറ്റർ പോർഷനിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് തന്നെ ഒരു ലൈൻ സെൻറ്ററിൽ കൂടി വരച്ച് കറക്റ്റായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു വി ഷേപ്പിൽ കറക്റ്റ് സിബിൻ്റെ ലെങ്ത്ത് വരെ നമുക്കൊന്ന് കുത്തി നിർത്തി ഇപ്പുറത്തോട്ട് ഒരു വി ഷേപ്പിൽ അങ്ങോട്ട് അടിച്ചെടുക്കാം. എന്നിട്ട് അത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നേരെ അപ്പുറത്തോട്ട് അത് മറിച്ചെടുത്ത് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ചുളിവൊന്നുമില്ലാതെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ മറിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കുക. എന്നിട്ട് ഇതൊന്ന് പതിച്ചടിച്ച് കൊടുത്താൽ നമുക്ക് മറിച്ചെടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഒരു ടോപ്പ് സ്റ്റിച്ച് തയ്യൽ തുമ്പൊക്കെ ഈ ഒരു വശത്തോട്ട് വെച്ചിട്ട് ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ മറച്ച് വെച്ചിട്ട് സിബ് വെച്ച് നമ്മൾ കറക്റ്റായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.